ശിവ, നീ എത്തിയപ്പോഴേ ആശ്വാസമായത്. വലിച്ച് കരക്കടപ്പിക്കടാ, ചെന്ന് സഹായിക്കടാ. ഓടിച്ചെല്ലടാ, ഓടിച്ചെല്ല്, വേഗം ചെല്ല്. നിനക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് കുടിക്കാൻ വെള്ളം വേണം. എന്തൊക്കെയുണ്ട് സതീട്ടാ? ഓ, എന്ത് പറയാനാ. ഇടാ മോനെ, നിങ്ങളെ ആരെ പിടിച്ചെന്ന് കേട്ടല്ലോ, ശരിയാണോ? യവനാ രക്ഷപ്പെടുത്തിയത്. ഇവൻ സാധാരണ ശിവാജിയാണോ? ഛത്രപതി ശിവാജി. അതെ അതെ, മതി കളിയാക്കിയത്. നിനക്ക് വല്ലതും പറ്റിയോടാ മോനെ? അടിയും വഴക്കും സഹിക്കാലോ. അവരിവനെ എടുത്ത് സ്രാവിന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തില്ലേ? എന്റെ അമ്മോ, സ്രാവാ? അത് മനുഷ്യനെ പിച്ച് ചെയ്ത് തിന്നത്തില്ലേ? നീ എങ്ങനെയാ രക്ഷപ്പെട്ടത് മോനെ? സത്യത്തിൽ അത് ഞാൻ പറഞ്ഞോളാം. അത് ആൺസ്രാവല്ലായിരുന്നു, പെൺസ്രാവായിരുന്നു. എന്ന് വെച്ച് ഒന്നും ചെയ്യത്തില്ലേ അത്? എന്ത് ചെയ്യാനാ, നമ്മുടെ ഹീറോയുടെ സൗന്ദര്യം കണ്ടപ്പോ നാണം കൊണ്ട് ആ സ്രാവിന്റെ സാരി അഴിഞ്ഞുപോയി. പിന്നെ അത് സാരി ഉടുക്കാൻ നിക്കോ, ഇവന് തിന്നാൻ നിക്കോ? സ്രാവിന് സാരിയാ? അത് അഴിഞ്ഞു പോയെന്നാ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, നേരെയിട്. കടലിന് പിരികളാകിരിക്കാ, സുനാമി വരും. കൊള്ളത്തിണ്ടി, അവന്റെ മോഹം കണ്ടില്ലേ? വാടി, ഇവനോടൊന്നും സംസാരിക്കാൻ കൊള്ളില്ല. ഡാൻസ് തുടങ്ങാൻ പറയടാ. കള്ളം പറയുന്നോ? മണ്ണ് തിന്നേണ്ട ഗതികേട് നിനക്കെന്തിനാ? ഇവിടെ ഒരു തെരുവുനാട് അരിയില്ലേ, നെല്ലില്ലേ, അവലും അരിപ്പൊടിയുമില്ലേ? നിനക്ക് നമുക്ക് പഞ്ചവാദ്യപൂരമുണ്ട് കാണാം, നമുക്ക് കരകാട്ട നൃത്തമുണ്ട് കാണാം, നമുക്ക് ഈ ആട്ടമൊക്കെ വെവ്വേറെ കാണാം. മിഠായി നിനക്കു റവ റവ പാനി തരാം, മണ്ണിന്റെ തിന്നണെന്റെ കണ്ണ. മണ്ണിന്റെ തിന്നണെന്റെ കണ്ണ, പാർവണേന്ദു മുഖിമാർ കണ്ടാലോ. ലഡ്ഡു മിഠായി നിനക്കു റവ റവ പാനി തരാം, മണ്ണിന്റെ തിന്നണെന്റെ കണ്ണ. ഒരു രാവിൽ കളി ചൊല്ലാൻ വരുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിട്ട് എന്നിട്ടെന്തേ വന്നില്ല? മുട്ടി മുട്ടി നിന്നില്ല. അയ്യോ, പാലപ്പൂ തിരിയണല്ലോ, പപ്പമേളം ഉണരണല്ലോ, ലാത്തിരി വേണം, കുത്തിരി വേണം, പുഞ്ചിരി പഞ്ചര പായസം വേണം. നമുക്ക് കാട്ടിലുള്ള കാഴ്ച തേടി പോകാം, നമുക്ക് രാപ്പാടിയോടൊത്തു പാടാം, നമുക്ക് അമ്പിളി പൊൻതോണിയേറാം, ആഹാ തമ്പേരിൻ താളത്തിലാടാം. രംഗോലി വർണ്ണത്തിൽ ചെമ്മാനം പൂത്തല്ലോ, മണ്ണെന്റെ തിന്നണെന്റെ കണ്ണ, മണ്ണെന്റെ തിന്നണെന്റെ കണ്ണ. മഞ്ചലേറി വരണുണ്ട് അഴകിൻ പുതുറാണി, എരിവളമുളകാടേ മധുര കരിമ്പാണ്. കോഴി കുറുവനല്ലോ, കക്കരി വണ്ടി കറങ്ങണല്ലോ, ഇത്തിരി നാളും ഒത്തിരി മോഹം ചൊല്ലിന്റെ കാണുവൻ പോകണ പൂരമോ. എന്റെ കണ്ണാടി കവിളത്ത് നാണം, എന്റെ പൊന്നാറ്
എന്താടി ഇതുവരെ സ്കൂളിൽ പോയില്ലേ നീ? നിങ്ങൾ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരിക. ആരുടെയൊക്കെ കണ്ണാവോ കിട്ടിയിരിക്കുക. ഒന്ന് ഒഴിഞ്ഞിടട്ടെ. ഞങ്ങളെപ്പോലുള്ള വീരന്മാരെ ഒഴിയുന്നത് നല്ലതാണ്. ഒഴിഞ്ഞിടേണ്ടത് രക്ഷപ്പെട്ടു വന്നവർക്കല്ല, രക്ഷപ്പെടുത്തി കൊണ്ടുവന്നവർക്കാ. മാറങ്ങോട്ട്, കൈ കെട്ടി നിന്നേ. അവൻ കൂടെ ഉള്ളപ്പോ നമ്മളൊക്കെ വേസ്റ്റ് ആണ്ടാ. സ്വന്തം ചേട്ടനായി എന്നെ വകവയ്ക്കുന്നില്ല, പിന്നെയല്ലേ നിങ്ങളൊക്കെ? നേരാ. അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞത്? ഇവിടെ എത്ര പേരുണ്ടെങ്കിലും എന്റെ ചേട്ടൻ ചേട്ടൻ തന്നെയാ. ഇല്ല മോളെ, നാളെ ഞാൻ സ്കൂൾ വെറുതെ ഫീസ് അടയ്ക്കണം, അത് റെഡിയാക്ക്. നീ ഇന്ന് മേടിക്കും പോടാ. ആ വാ മക്കളെ വാ. സത്യം സ്ട്രോങ് ചായ വേണേ. ഇപ്പൊ തരാം. ശിവാജിയണ്ണന് മാത്രം സ്പെഷ്യൽ ചായ, ബാക്കിയുള്ളവർക്ക് കാലി ചായ മതി. മൊത്തം 6 ചായ. അതവൻ നമുക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. അവന്റെ ഭരണം അല്പം കൂടുന്നുണ്ട്. മുട്ടയെന്ന് വിരിയാത്തവന് പോലും നമ്മളെ കണ്ട ഒരു വിലയുമില്ല. അല്ല അമ്മാവാ, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചൂടെ? ഉണ്ടാക്കി വെക്കാത്തതല്ല ഭദ്ര, എത്ര ഉണ്ടാക്കിയാലും മുഴുവനും ഒറ്റയ്ക്ക് തിന്നു തീർക്കും. മുഴുവനും എന്ന് പറഞ്ഞത് പുഴുത്ത കള്ള. ഞാൻ പലഹാരം മാത്രമേ തിന്നാറുള്ളൂ, പാത്രം അങ്ങേർക്ക് കൊടുക്കും. എന്റെ അമ്മയ്ക്ക് 2 പുട്ടുംപഴം എടുത്തിട്ടുണ്ട് ഞാൻ. 4 ബോണ്ട 2 സമൂസയും ബാക്കി ഇരിപ്പുണ്ട്. നേരം വെളുത്തപ്പോ തുടങ്ങിയതാ വിളിച്ചു പോവാൻ. നല്ല ക്ഷീണമുണ്ട്, ഞാൻ പോവാ. എങ്ങോട്ടാണ് ഇത്ര നേരത്തെ? സമയം പറഞ്ഞ സമയാ. രാവിലെ 6 മുതൽ 9 വരെ കാട്ടുരാജന്റെ ഡ്യൂട്ടി, 9 മുതൽ 12 വരെ ഇവിടുത്തെ ഡ്യൂട്ടി, 12 മുതൽ 3 വരെ ഗ്യാപ്പ്. എന്റെ അമ്മയെ നോക്കണ്ടേ? 3 മുതൽ വീണ്ടും ഇവിടെ വരണ്ടേ ഞാൻ? പിന്നെയും രാത്രി കാട്ടുരാജന്റെ ഡ്യൂട്ടി. ഓ പിന്നെ വലിയ സർക്കാർ ഓഫീസർ അല്ലേ? നിങ്ങൾ വരുന്ന കൂലിക്ക് ഇത് തന്നെ കൂടുതലാ. പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ സ്ഥലം നോക്കിക്കോളാം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവന്റെ സാമർഥ്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ രക്ഷപ്പെട്ടു പോയേനെ. എന്താമ്മ ഇത്? ഞാൻ വരാന്ന് പറഞ്ഞതല്ലേ, എന്തിനാ പുറത്തിറങ്ങിയത്? വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ കേക്കില്ല, അല്ലെങ്കിൽ കണ്ണ് കാണാൻ വയ്യ. വല്ലയിടത്തും തട്ടിത്തടഞ്ഞ് വീണാലോ? ദൂരെ എങ്ങും പോയില്ലല്ലോ, മുറ്റത്തേക്കല്ലേ ഇറങ്ങിയത്. ഏതാ വീട് ഏതാ മുറ്റം നമ്മക്ക് അറിയോ? അതിന് എവിടെയെങ്കിലും അടങ്ങി ഇരിക്കാൻ പറഞ്ഞാൽ കേക്കില്ല. കേറി വാ. അമ്മയെ അനിയനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? നിന്റെ സ്നേഹം അവരെ എന്നും കാത്തിരക്ഷിക്കും ശിവ. എന്നെങ്കിലും ഒരിക്കലും അവർ നിന്റെ അടുത്ത് എത്തും. കാട്ടുരാജ സർ, ബീഹാറിൽ നിന്ന് ചേട്ടൻ വിളിച്ചിരുന്നു. ഇത്തവണ ഇലക്ഷന് അപ്പാഹാജയ്ക്ക് വേറെ എന്നെ നിർത്താനാ പ്ലാൻ. അപ്പോ ഈ വൈശാഖ് മുഴുവൻ നമ്മുടെ കയ്യിലാകും. ഒരു 2-3 മാസത്തേക്ക് ഇല്ലീഗൽ ബിസിനസ് ഒന്നും നിർത്തിവെക്കണം സർ. അടിപിടി കൊലക്കേസിലൊന്നും എന്റെ പേര് വരരുത്. ഇതൊക്കെ ഇവിടുന്ന് മാറ്റണം. പുറത്തുനിന്ന് നോക്കിയാൽ ഓഫീസ് മാത്രമേ കാണാവൂ. നമസ്കാരം സർ. ഡേയ്, ഇവന്മാരോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്ക്. ഇവന്മാര് നമ്മുടെ കൂട്ടത്തിലുള്ളതാണെന്ന് ആരും അറിയണ്ട. ശരി സർ. സാറ് പോയില്ലേടി, വാ. കാര്യം തിരുമടാ. കാശ് മേടിച്ചിട്ട് വേഗം സ്ഥലം വിട്ടോ.